ഇതാ വലിയ വിപുലമായ ക്രമീകരണങ്ങൾ തന്നെയാണ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ നടത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് 43 കേന്ദ്രങ്ങളിൽ ആണ് വോട്ടെണ്ണൽ നടക്കാൻ പോകുന്നത്. നാളെ രാവിലെ മുതൽ ഈ വോട്ടെണ്ണലിനുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വോട്ടെണ്ണൽ എന്നത് അങ്ങേയറ്റം സങ്കീർണമാകുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. ഈ വോട്ടെണ്ണൽ എന്നത് വളരെ സൂക്ഷ്മമായി നടത്തുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. അതിനുവേണ്ടി ഏതാണ്ട് 15,000-ലധികം വരുന്ന ഉദ്യോഗസ്ഥരെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏത് മുന്നണിക്ക് അപ്പർ ഹാൻഡ് ലഭിക്കുന്നു, ഏത് മുന്നണിയാണ് താഴെ പോകുന്നത്, ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ പ്രൊസീജിയർ നാളെ നടക്കാൻ പോകുന്നത് എന്നതാണ് ഇനി നമ്മൾ ഒരല്പം വിശദമായി തന്നെ പരിശോധിക്കുന്നത്. നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, രാവിലെ 8 മണി മുതൽ ആണ് പൊതുവിൽ ടെലിവിഷൻ ചാനലുകളിൽ അടക്കം വോട്ടിങ്ങിൻ്റെ ഒരു ട്രെൻഡ് എന്ത് എന്നത് അറിയാൻ സാധിക്കുക. പക്ഷേ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു സാങ്കേതിക നടപടിക്രമങ്ങൾ നാളെ രാവിലെ 6 മണിക്ക് തന്നെ ആരംഭിക്കും എന്നതാണ് എടുത്തു പറയേണ്ടത്. 6 മണിയോടുകൂടി തന്നെ ഈ കൗണ്ടിങ്ങുമായി ബന്ധപ്പെടുത്തി ചുമതലകൾ നൽകിയിട്ടുള്ള, പരിശീലനം നൽകിയിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും തയ്യാറായിരിക്കും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇങ്ങനെ രാവിലെ 6 മണിക്കാണ് യഥാർത്ഥത്തിൽ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ അല്ലെങ്കിൽ സാങ്കേതികമായ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. 6 മണിയോടുകൂടി ചുമതലപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഈ പോളിംഗ് അല്ലെങ്കിൽ കൗണ്ടിംഗ് സ്റ്റേഷനുകളെ, അതായത് സംസ്ഥാനത്ത് ഇപ്പോൾ 43 കൗണ്ടിംഗ് സ്റ്റേഷനുകൾ ആണ് ഉള്ളത്. ഈ 43 കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ ആയാണ് 140 മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ട് എണ്ണുന്നത്. ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യപ്പെടുക രാവിലെ 6 മണിക്ക് തന്നെയാണ്. അതിനുശേഷം രാവിലെ 7 മണിയോടുകൂടി, അതായത് ഓരോ സ്റ്റോർ റൂമിൻ്റെയും വിശദാംശങ്ങൾ ഇതിനോടകം തന്നെ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നത് നമുക്കറിയാം. EVM മെഷീനുകൾ, തപാൽ വോട്ടുകൾ, ഇങ്ങനെയെല്ലാം അതീവ സുരക്ഷിതമായാണ് സൂക്ഷിക്കുന്നത് എന്ന് നമുക്കറിയാം. അതിനുശേഷം 7 മണിയോടുകൂടി ലോഗ് ബുക്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്തും എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ ലോഗ് ബുക്കിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വരണാധികാരിയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെടുത്തിയിട്ടുള്ള നിരീക്ഷകരും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ ഉണ്ടായെങ്കിൽ സ്ഥാനാർത്ഥികൾക്കും അതിന് സാക്ഷ്യം വഹിക്കാം. അത് അല്ല എങ്കിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചിട്ടുള്ള ഏജന്റുമാർ, ഇവരുടെ സാന്നിധ്യത്തിൽ ആണ് ഇത്തരത്തിൽ ലോഗ് ബുക്കിൽ രാവിലെ 7 മണിയോടുകൂടി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. പിന്നീട് യഥാർത്ഥത്തിൽ ഈ ചുമതലയുമായി ബന്ധപ്പെടുത്തി നിരവധിയായ ഉദ്യോഗസ്ഥരെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. 15,000-ഓളം ഉദ്യോഗസ്ഥർ ആണ് ഈ ചുമതലകളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. നിലവിൽ 15,465 ഉദ്യോഗസ്ഥർ വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാകുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർമാർ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 140 റിട്ടേണിംഗ് ഓഫീസർമാരുണ്ട്. അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ കൂടിയുണ്ട്. 1340 അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ ആണ് ഉള്ളത്. ഒപ്പം സൂക്ഷ്മ നിരീക്ഷകർ ആയിട്ട് 4208 ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. സൂപ്പർവൈസർമാരായും 4208 പേർ ആണുള്ളത്. അതോടൊപ്പം തന്നെ അസിസ്റ്റന്റുമാർ എന്ന നിലയിൽ, കൗണ്ടിംഗ് അസിസ്റ്റന്റുകൾ എന്ന നിലയിൽ 5563 പേരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പലപ്പോഴും ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ പല വിമർശനങ്ങളും ഉന്നയിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ വോട്ട് പിടുത്തം ഉണ്ടായിട്ടുണ്ട്, യന്ത്രങ്ങളിൽ തകരാറുണ്ട് എന്നതൊക്കെ വലിയ ആക്ഷേപമായി പിന്നീട് വരുന്ന സാഹചര്യത്തിൽ ആണ് ഇത്രയും അധികം ഉദ്യോഗസ്ഥരെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെടുത്തി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇത്രയും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ആണ് രാവിലെ 7 മണിക്ക് ലോഗ് ബുക്കിൽ വിവരങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ട്, ഡേറ്റകൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിന്നീട് വോട്ടെണ്ണലിലേക്ക് കടക്കുന്നത് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ സ്ട്രോങ് റൂമിൻ്റെ പൂട്ട് തുറക്കുന്നത്. അത് എല്ലാം, അതായത് ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂട്ട് തുറക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇപ്പോൾ വീഡിയോയിൽ പകർത്തി അത് ശേഖരിച്ച് സംരക്ഷിച്ചു വയ്ക്കും എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ രാവിലെ 7 മണിയോടുകൂടി, 6 മണിയോടുകൂടി വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് ഉദ്യോഗസ്ഥരെത്തും. 7 മണിയോടുകൂടിയാണ് ഈ പൂട്ട് തുറന്ന് അതിൻ്റെ ദൃശ്യങ്ങളടക്കം വീഡിയോയിൽ പകർത്തുകയും അങ്ങനെ വോട്ടിംഗ് മെഷീനുകൾ ഉൾപ്പെടെ ഈ എണ്ണുന്ന ഹാളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത്. രാവിലെ 8 മണിയോടുകൂടിയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയം എന്നത് രാവിലെ 8 മണിയാണ്. ഈ 8 മണിക്ക് ആണ് സംസ്ഥാനത്തെ 43 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വിവിധ ഹാളുകളിലായി സജ്ജീകരിച്ചിട്ടുള്ള ടേബിളുകളിൽ വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ആദ്യം എണ്ണുന്നത് പോസ്റ്റൽ വോട്ടുകൾ എന്നതാണ്. ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്നതിന് വേണ്ടി പ്രത്യേകമായ ടേബിളുകൾ ആണ് സജ്ജീകരിച്ചിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു ടേബിളിൽ പരമാവധി 500 പോസ്റ്റൽ വോട്ടുകൾ മാത്രമാണ് എണ്ണുക എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. 500-ൽ കൂടുതൽ വോട്ടുകൾ ഉണ്ടായെങ്കിൽ അടുത്ത ടേബിളിൽ ആയിരിക്കും അത് എണ്ണുക. ഈ ടേബിൾ, പോസ്റ്റൽ വോട്ടുകൾ എണ്ണുന്ന ടേബിൾ എന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടെണ്ണുന്ന ടേബിളുകൾ അല്ല എന്നതുകൂടി പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തട്ടെ. ഏതെങ്കിലും ഒരു
മണ്ഡലത്തിൽ 500-ലധികം, അതായത് 1000 വോട്ടുകൾ പോസ്റ്റലായി എത്തിയിട്ടുണ്ടെങ്കിൽ 2 ടേബിളുകൾ അവിടെ വോട്ട് എണ്ണുന്നതിന് വേണ്ടി സൂചിപ്പിക്കാം. ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഏറ്റവും ആധികാരികമായി തന്നെ പറയാനുള്ളത്, ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീരുക എന്നത് വളരെ പെട്ടെന്ന് പൂർത്തിയാകുന്ന ഒന്നല്ല. പലപ്പോഴും 8 മണിക്ക് ആരംഭിച്ച് വോട്ടെണ്ണൽ ആരംഭിച്ച് 15 മിനിറ്റിനകം 20 മിനിറ്റിനകം ഒക്കെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞുവെന്നും പോസ്റ്റൽ വോട്ടുകളിൽ ഇന്ന സ്ഥാനാർത്ഥി മുന്നിൽ എന്നുമൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരാറുണ്ട്. എന്നാൽ അങ്ങനെ 10 മിനിറ്റ് കൊണ്ടോ 15 മിനിറ്റ് കൊണ്ടോ ഒന്നും പൂർത്തീകരിക്കുന്ന ഒരു പ്രക്രിയയല്ല ഈ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണൽ എന്നതാണ്. കാരണം ഓരോ പോസ്റ്റൽ വോട്ടിൽ രേഖപ്പെടുത്തുമ്പോഴും അതിൽ സത്യവാങ്മൂലം ഉൾപ്പെടെ ഈ പോസ്റ്റൽ വോട്ട് ചെയ്യുന്ന ആൾ നൽകേണ്ടതുണ്ട്. ആ സത്യവാങ്മൂലം ഉൾപ്പെടെ വായിച്ച് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുകയുള്ളൂ. പലപ്പോഴും അത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയർ ആണ് എന്നതാണ് വസ്തുത. ചില ടെലിവിഷൻ ചാനലുകളെങ്കിലും പോസ്റ്റൽ വോട്ടുകൾ വളരെ പെട്ടെന്ന് എണ്ണിക്കഴിഞ്ഞു, അതിൽ മുന്നിൽ എന്ന തരത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല സാഹചര്യം. പോസ്റ്റൽ വോട്ടുകൾ എന്നത് എണ്ണിത്തീരുക എന്നത് സമയമെടുക്കുന്ന ഒന്നാണ്. അതേസമയം ചില മണ്ഡലങ്ങളിൽ വളരെ കുറച്ച് പോസ്റ്റൽ വോട്ടുകളെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ആണ് പോസ്റ്റൽ വോട്ടുകൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുക. അത് നിലവിലെ സാഹചര്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് വിശദമായി പരിശോധിച്ച് മാത്രമാണ് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുക. അതുമാത്രവുമല്ല, നമുക്കറിയാം ഇപ്പോൾ 2014 തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെ തുച്ഛമായ വോട്ട് വിഹിതത്തിലൊക്കെ വിജയിച്ചു കയറിയവരുണ്ട്. ഈ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ പോലും 38 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ച സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പോസ്റ്റൽ വോട്ട് നിർണായകമാണ് എന്നതുകൊണ്ട് തന്നെ ഏറ്റവും സൂക്ഷ്മമായി എണ്ണുന്ന വോട്ടുകൾ ആണ് പോസ്റ്റൽ വോട്ടുകൾ എന്നത് സൂചിപ്പിക്കട്ടെ. പോസ്റ്റൽ വോട്ടിന് ശേഷം ആണ് പിന്നീട് EVM വോട്ടെണ്ണലിലേക്ക് കടക്കുന്നത്. അവിടെയും പ്രേക്ഷകർ തെറ്റിദ്ധരിക്കേണ്ട, പോസ്റ്റൽ വോട്ടുകൾ പൂർണ്ണമായും എണ്ണിക്കഴിഞ്ഞതിന് ശേഷമല്ല, മറിച്ച് പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം എണ്ണുന്നത് 8:30-ക്ക് ശേഷവും തുടരുന്നുവെങ്കിൽ അതൊരു ഭാഗത്ത് നടക്കും. മറുഭാഗത്ത് 14 ടേബിളുകളോളം ആണ് സാധാരണ നിലയിൽ, അതായത് ഒരു കൗണ്ടിംഗ് ഹാളിൽ ഏർപ്പെടുത്തുന്നത്. ആ 14 വരെ എന്നതാണ് കണക്കുകൾ. ഈ 14 ടേബിളുകളിൽ ഒരേ സമയം ആയിരിക്കും വോട്ടെണ്ണൽ നടക്കുക എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒരു മണ്ഡലത്തിലെ ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും EVM മെഷീനുകൾ സ്ട്രോങ് റൂമിൽ നിന്ന് എത്തിച്ച് ഈ 14 ടേബിളുകളിൽ നിരത്തി അവിടെ ഓരോ മെഷീൻ്റെയും ടോട്ടൽ ടാലി പരിശോധിക്കുന്നു. അതിൽ ഓരോ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ട് രേഖപ്പെടുത്തുന്നു. അതിന് ഏജന്റുമാരുടെ കൂടി സാന്നിധ്യമുണ്ട്. അതായത് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ, നേരത്തെ സൂചിപ്പിച്ച ഉദ്യോഗസ്ഥരോടൊപ്പം ഏജന്റുമാരുടെ കൂടി സാന്നിധ്യത്തിൽ ആണുള്ളത്. അങ്ങനെ ഓരോ റൗണ്ട്, അതായത് ഈ 14 ടേബിളുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോഴാണ് നമ്മൾ ഒരു റൗണ്ട് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ 10 ടേബിൾ ആകാം, അതല്ലെങ്കിൽ 11ഓ 12ഓ ആയിരിക്കാം. മാക്സിമം 14 ടേബിൾ എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ടേബിളിലെ 14 ടേബിളുകളിലും ഒരേ സമയം ഒരു ഘട്ടത്തിലുള്ള വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോഴാണ് ഒരു റൗണ്ട് പൂർത്തിയാക്കി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നാളെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്രാമത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഇന്ന സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. 2ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഇടത് സ്ഥാനാർത്ഥി, വലത് സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നു എന്നതൊക്കെ നമ്മൾ വാർത്തകളിൽ നൽകുന്നത്. ഈ റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ട് വിഹിതം വളരെ കൃത്യമായി രേഖപ്പെടുത്തും. എൻകോർ സോഫ്റ്റ്വെയറിൽ ആണ് ഇത് രേഖപ്പെടുത്തുക എന്നതാണ്. അങ്ങനെ വളരെ കൃത്യമായി വോട്ടിങ്ങിന്റെ ടാലി തർക്കങ്ങൾ ഇല്ലാതെ പരിഹരിച്ച ഏജന്റുമാരുടെ കൂടി സാന്നിധ്യത്തിൽ ഓരോ റൗണ്ട് പൂർത്തിയാകുമ്പോഴും ഈ ടാലി ആണ് രേഖപ്പെടുത്തുക. ആ ഘട്ടത്തിൽ ആണ് പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക ഏത് സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മുന്നിൽ നിൽക്കുന്നത് എന്നത് ആധികാരികമായി നമുക്ക് അറിയാൻ സാധിക്കുക. ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ വളരെ കൃത്യമായി വലിയ ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. ആ ബോർഡിൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആ സ്ഥാനാർത്ഥിയുടെ പേരിനൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓരോ റൗണ്ടിലും വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് ലഭിച്ചു എന്നത് ആധികാരികമായി തന്നെ ഒഫീഷ്യലായി തന്നെ ഈ ബോർഡിൽ പ്രദർശിപ്പിക്കും എന്നതാണ്. അപ്പോൾ കൗണ്ടിംഗ് ഏജന്റുമാർക്ക് അടക്കം വളരെ കൃത്യമായി ഓരോ റൗണ്ട് പൂർത്തിയാകുമ്പോഴും ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് നില എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്, അടുത്ത റൗണ്ടിൽ അത് കുറഞ്ഞോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഒപ്പം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓരോ റൗണ്ടിലും ഏത് മേഖലയിലെ EVM മെഷീനുകളാണ് എണ്ണുന്നത് എന്നതും പ്രധാനപ്പെട്ടതാണ്. ചില കോണുകൾ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുമ്പോൾ നേമം ഉൾപ്പെടുന്ന പ്രദേശത്ത് വോട്ടെണ്ണുന്നു, അതിനുശേഷം തീരപ്രദേശത്ത് വോട്ടെണ്ണുന്നു. അങ്ങനെ ശശി തരൂർ എന്ന സ്ഥാനാർത്ഥി ചില ഘട്ടങ്ങളിൽ പിന്നിൽ പോകാറുണ്ട്, പിന്നീട് തിരികെ വരുന്നത് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടെണ്ണുമ്പോഴാണ്. പാലക്കാട് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നത്. അവിടെ ശ്രീധരൻ ചില റൗണ്ടുകളിൽ മുന്നിട്ട് നിൽക്കുന്നു, ഷാഫി പിന്നിൽ പോകുന്നു. പക്ഷേ അവരുടെ കോൺഫിഡൻസ് എന്നത് അവരുടെ തട്ട
തട്ടകങ്ങളിൽ അവർക്ക് കൂടുതൽ വോട്ട് ലഭിക്കും. ആ റൗണ്ടിലേക്ക് കടക്കുമ്പോഴായിരിക്കും അവർ അപ്പർ ഹാൻഡ് നേടുക. അതെല്ലാം വളരെ കൃത്യമായി ഈ ബോർഡിൽ പ്രദർശിപ്പിക്കും എന്നതാണ് പ്രേക്ഷകരെ അറിയിക്കേണ്ടത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് VVPAT എന്ന സംവിധാനത്തെ എണ്ണുന്ന, അതായത് വോട്ട് സ്ലിപ്പുകൾ എണ്ണി നോക്കുക എന്നതാണ്. ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടായാൽ സ്വാഭാവികമായും ആ പാർട്ടി, രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന തർക്കത്തിനനുസരിച്ച് VVPATകൾ എണ്ണി നോക്കാറുണ്ട്. ഇനിയിപ്പോൾ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവുമില്ല എങ്കിൽ പോലും ഓരോ മണ്ഡലത്തിലെയും 5 പോളിംഗ് സ്റ്റേഷനുകളുടെ VVPATകൾ നിർബന്ധമായും എണ്ണും എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് ഒരു മെഷീനിലെ VVPAT സ്ലിപ്പും അതോടൊപ്പം തന്നെ ആ മെഷീനിൽ ആകെ വോട്ട് ചെയ്ത കൗണ്ടറും അതോടൊപ്പം എണ്ണവും അതോടൊപ്പം ഓരോ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച എണ്ണവും എല്ലാം തമ്മിൽ പൊരുത്തപ്പെടേണ്ടതുണ്ട്. അവിടെ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ പോളിംഗിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അവിടെ ചിലപ്പോൾ വീണ്ടും കൗണ്ടിങ്ങിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. അതും ഈ VVPAT സ്ലിപ്പുകൾ എണ്ണുന്നതും ഈ വരണാധികാരിയുടെയും നേരത്തെ സൂചിപ്പിച്ച നിരീക്ഷകരുടെയും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും എല്ലാവരുടെയും തന്നെ നിരീക്ഷണത്തിൽ ആണ്, സാന്നിധ്യത്തിൽ ആണ് എന്നതാണ്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാകുന്നത്. ഇതിന് അനുസരിച്ചുള്ള വിവരങ്ങൾ ആയിരിക്കും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. അത് ഏറ്റവും ആധികാരികമായി തന്നെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അതെങ്ങനെ എന്നതുകൂടി ഞങ്ങൾ വ്യക്തമാക്കാം. ഈ നിലവിൽ ഇതാണ് ഇപ്പോഴത്തെ സാങ്കേതിക നടപടിക്രമം. ഈ രീതിയിലാണ് ഒരു വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാവുകയും ചെയ്യുന്നത്. ഈ വിവരം എങ്ങനെയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്നതുകൂടി പങ്കുവയ്ക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.